എന്താ എൽദോ ഇത്? മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ആണോ? എന്നാ ഇതിനേക്കാൾ വലിയ പേടി ഇനിയും വരാനിരിക്കുന്നേ ഉള്ളൂ. ഇപ്പോ ഒരു പൂച്ച അങ്ങോട്ട് പോയത് കുഞ്ഞു കണ്ടോ? അതിന്? അത് വരാനിരിക്കുന്ന ആപത്തിന്റെ മുന്നോടിയാ. ആപത്തോ? എന്താപത്ത്? എന്തും സംഭവിക്കാം. പ്രതികാരദാഹിയായ ഒരുത്തിയാണ് തുറന്നു വിട്ടിരിക്കുന്നത്. ഒരുപാട് പേരുടെ ചോര കുടിച്ചവളാ അവള്. നീണ്ട മുടി അഴിച്ചിട്ട് ചോര കുടിക്കാനായി അവൾ വരും. ചോരയും നീരുള്ള ആണുങ്ങളെ കണ്ട അവൾ പിന്നെ അവനെയും കൊണ്ടേ പോകൂ. അവളെ ചതിച്ച പുരുഷൻ കെട്ടിയ പെണ്ണിനോടുള്ള പക അവക്കെല്ലാ പെണ്ണുങ്ങളോടുമുണ്ട്. അതുകൊണ്ട് മോളും സൂക്ഷിച്ചോ. 3 വർഷങ്ങൾക്ക് മുമ്പ് ഒരമാവാസി രാത്രിയിൽ ഇവിടെ താമസിച്ചിരുന്ന ഒരു ഇൻസ്പെക്ടറുടെ ചോര കുടിച്ചവളാ അവൾ. പിന്നെയാണോ ഒരു എഴുത്തുകാരൻ? മതി, നിർത്തിക്കേ. വേറെ പണിയൊന്നുമില്ലേ എൽദോയ്ക്ക്? എന്റെ പണി ഞാൻ നോക്കിക്കോളാം. പക്ഷേ സാറിനോട് ആ മുറിയിൽ പോകരുതെന്ന് പറയണം. ഇനിയും ഇവിടെ മരണങ്ങൾ നടക്കും, അതുറപ്പാ. ഇവിടെ ഒരുപാട് കഥകൾ ഒളിഞ്ഞു കിടപ്പുണ്ട്. ഇവിടുത്തെ ഓരോ മരവും ചുമരും ഇടനാഴിയും ആ കഥകളൊക്കെ നമ്മളോട് പറയാൻ വെമ്പുന്നത് പോലെ. നിനക്കെങ്ങനെ തോന്നിയോ? എനിക്ക് തോന്നുന്നത് പേടിയാണ് ജെഡി. അത് ജെഡി കരുതുന്നത് പോലെ എൽദോയുടെ പ്രേത കഥകളിൽ നിന്നുണ്ടാവുന്ന ഒന്നുമല്ല. എൻ്റെ ചില ഇൻറ്റ്യൂഷൻസ്, ആകാംക്ഷകൾ, ആശങ്കകൾ. എനിക്ക് പ്രിയപ്പെട്ടത് എന്തൊക്കെയോ നഷ്ടമാവാൻ പോകുന്നു എന്ന് ആരോ പറയുന്നു. എൽദോ പറഞ്ഞ കഥയുമായി ഞാൻ എൻ്റെ ഭയങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ ഒരു നടുക്കം. ജെഡി ആ മുറി തുറക്കേണ്ടിയിരുന്നില്ല. എവിടെ എൻ്റെ ആ പഴയ നാദ്ര? ഹൈദരാബാദിലൊരു മിലിറ്റന്റ് പൊളിറ്റിക്കൽ ഫോഴ്സ് മുഴുവൻ എനിക്കെതിരെ നിന്നപ്പോഴും എന്തും വരട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ ഒപ്പം നിന്ന പെണ്ണവിടെ? When did fear invade your eyes? അന്ന് നിന്നെ ഭയപ്പെടുത്താൻ ഒരു സാന്നിധ്യത്തിനും കഴിയുമായിരുന്നില്ല. But now, വളരെ ചെറിയ കാര്യങ്ങൾക്ക് മുന്നിൽ. അന്ന് ഞാൻ നിങ്ങളുടെ ഭാര്യയായിരുന്നില്ല ജെഡി. അന്ന് നഷ്ടപ്പെടാൻ എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല. കിട്ടുന്നതെല്ലാം തന്നെ വിലപ്പെട്ടതും. പക്ഷെ ഇന്ന് എൻ്റെ മനസ്സ് നിറയെ മോഹങ്ങളാണ്, പ്രതീക്ഷകളാണ്. സ്വാർത്ഥമാണ് ഇന്ന് എൻ്റെ ചിന്തകൾ. ജെഡിയും ഞാനും ഉള്ള ഒരു കൊച്ചു ലോകത്തിനപ്പുറം ഞാനൊന്നും കാണുന്നില്ല. ജെഡി പറഞ്ഞ പോലെ കച്ചേരികൾ നടത്തുമ്പോഴും മറ്റ് തിരക്കുകളിൽ മുഴുകുമ്പോഴും നമ്മൾ മാത്രമാവുന്ന നിമിഷങ്ങളുടെ സെക്യൂരിറ്റിക്കപ്പുറം ഞാനൊന്നും ആഗ്രഹിക്കുന്നില്ല ജെഡി. ജീവിതത്തിൽ ഞാൻ കണ്ട ഏറ്റവും സെൻസിബിളായ പെണ്ണാണ് നീ. പക്ഷേ ഇപ്പോൾ നിനക്ക് തോന്നുന്നതൊക്കെ വളരെ ക്ഷണികമായ ഇമോഷൻസാണ്. അറിഞ്ഞോ അറിയാതെയോ എൽദോ പറഞ്ഞ കഥ നിൻ്റെ സബ് കോൺഷ്യസിൽ കിടപ്പുണ്ട്. പ്രത്യേകിച്ചും ആ സ്ത്രീ കഥാപാത്രം. നിനക്ക് തീരെയില്ലാതിരുന്നൊരു സ്വഭാവമാണ് ഇപ്പം ഞാൻ നിന്നെ കാണുന്നത്. പൊസസീവ്നെസ്. അതെ, ഞാൻ പൊസസീവാണ് ജെഡിയെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളിലും. ജെഡി ഒരു തമാശ പോലെ പറഞ്ഞു പോയ ആ സ്ത്രീ കഥാപാത്രം സത്യമോ മിഥ്യോ ആയിക്കോട്ടെ, ബട്ട് ഷീ ഇറിറ്റേറ്റ്സ് മീ. ജെഡിക്കും അവൾ അസ്വസ്ഥതകൾ നൽകുന്നുണ്ടെന്ന് നിഷേധിക്കരുത്. ഞാൻ കാണുന്നതാണ് ജെഡിയുടെ മാറ്റങ്ങൾ. എനിക്കറിയാൻ കഴിയും. ഒരദൃശ്യമായ ശക്തി ജെഡിയെ രാത്രികാലങ്ങളിൽ ആ ഔട്ട് ഹൗസിലേക്ക് ആകർഷിക്കുന്ന ഒരു സ്പിരിറ്റ്. അതിനെ ഒരു തമാശയാക്കാൻ എനിക്ക് കഴിയില്ല.
ഇതും കൂടെ ബാഗിൽ വെച്ചേക്ക്. ഇതൊക്കെ എന്തിനാ അമ്മേ? ഈ എണ്ണ തന്നെ തലേ തേക്കണം. വെള്ളം മാറിക്കുളിച്ച് ശീലമില്ലല്ലോ നിനക്ക്. തല നല്ലോണം തോർത്തണം. ആ, ഞാനില്ലാന്ന് കരുതി പൂജാമുറി കയറി തപസ്സിരുന്ന് കളയരുത് കേട്ടോ. ലൈലാൻഡിയോട് വരാൻ പറഞ്ഞിട്ടുണ്ടോ? ആ, പിന്നെ ഒരു കാര്യം, 2 ദിവസം എന്ന് പറഞ്ഞാ 2 ദിവസം, അത് മറക്കണ്ട. അവിടെ എത്തിയ ഉടനെ മോള് വിളിക്കണം. ശരി അമ്മേ, എന്നാ ഞാൻ ഇറങ്ങട്ടെ. ശരി. ഇന്ന് മുഴുവനും മഴയായിരുന്നു. മഴയത്രയും നനഞ്ഞ് കുഞ്ഞുഞ്ഞിച്ചായനോടൊപ്പം അദ്ദേഹം വന്നു. പുഴക്കരയിൽ തോണിയിൽ വന്നിറങ്ങുന്നത് ഞാൻ ദൂരെ നിന്ന് കണ്ടു. മാളികയിൽ ആളില്ലാത്തതുകൊണ്ട് ഇവിടെ നിന്നായിരുന്നു ഊണ്. മാമ്പഴപ്പുളിശ്ശേരി അദ്ദേഹത്തിന് ഇഷ്ടമായെന്ന് തോന്നുന്നു. എന്നോടങ്ങനെ പറഞ്ഞില്ല, പക്ഷെ തോന്നി. വലിയ വലിയ കാര്യങ്ങളാണ് പറയാറുള്ളത്. ഒന്നും മനസ്സിലാവില്ലെങ്കിലും ഞാൻ കേട്ടുകൊണ്ടിരുന്നു.
ഇല്ല. ദേ, ഇതാ എന്റെ ഡാഡി. യാത്രയൊക്കെ സുഖമായിരുന്നോ? എന്നാ വണ്ടി കയറിക്കോളൂ. ഇങ്ങ് താടാ, ഞാൻ പിടിക്കാം. മാഡം, ഞങ്ങൾ സ്വരധാരയുടെ സംഘാടകരാണ്. ഇത് സെക്രട്ടറി പൊന്നറ വിശ്വം. നമസ്കാരം. ഇത് എക്സിക്യൂട്ടീവ് മെമ്പർ ചാരുഹാസൻ. ഞാൻ PR പ്രമോദ് കുന്നുംപുറം. സർഗയുടെ പ്രോഗ്രാമിന് ഞാനും ഉണ്ടായിരുന്നു. അവിശ്വസനീയമായിരുന്നു മാഡത്തിന്റെ പെർഫോമൻസ്. ഇത്രയും കാലം ഈ സുറ എവിടെയായിരുന്നു? അല്ല, ഞങ്ങളാണ് മാപ്പ് പറയേണ്ടത് ഈ ടാലന്റ് തിരിച്ചറിയാത്തതിന്. പക്ഷേ സർഗയുടെ സൗണ്ട് സിസ്റ്റം ശോചനീയം. മാത്രമല്ല, പ്രേക്ഷകരുടെ ക്ലാസ് മാഡം ശ്രദ്ധിച്ചോ? അല്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സർഗയുടെ പരിപാടിയെല്ലാം തട്ടിക്കൂട്ടാണല്ലോ. ശരിക്കും ഞങ്ങളായിരുന്നു മാഡത്തെ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടിരുന്നത്. അല്ല, അതിനിയും ആവാമല്ലോ. പിന്നെ ഞങ്ങളുടെ മീഡിയ സപ്പോർട്ടിനെ കുറിച്ച് മാഡത്തിന് അറിയാമല്ലോ. സ്വരധാരയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. മാഡം, ഞങ്ങളുടെ കൂടെ കുറെ ഫോട്ടോഗ്രാഫ്സ്. ഓ ഷോ. വരൂ. കം. കഴിഞ്ഞോ? ഇല്ല, മാഡത്തിന്റെ ഒറ്റയ്ക്കൊരു ഫോട്ടോ. അല്ല, JD സാറില്ലേ? ഉണ്ട്, എഴുത്തില്ല. ആ, JD സാറിന്റെ കഥകളൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. JD കഥകളൊന്നും എഴുതിയിട്ടില്ല. ഓ, കവിതയാണല്ലേ? അല്ല, നോവലാ. ഓർമ്മ കിട്ടുന്നില്ല. മുമ്പ് വായിച്ചതാ. സാറിനൊന്ന് വിളിക്കാവോ? ഒരു ഫോട്ടോ എടുക്കാനാ. ഞാൻ വിളിക്കാം, പക്ഷെ വരുമോന്നറിയില്ല. എന്തൊരു മണ്ടത്തരോടാ നീ പറയുന്നത്? മാഡത്തെ കണ്ടപ്പോ ഞാൻ കണ്ടപ്പോ എവിടെ ചെന്നാലും വിട്ടുതരമല്ലാണ്ട്. JD, നീ ചെന്ന അവന്മാർക്ക് നമ്മുടെ കല്യാണ ഫോട്ടോ എടുത്തു കൊടുക്ക്. ആൻഡ് ദേ ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ എന്നൊരു ക്യാപ്ഷൻ കൊടുക്കാൻ പറ. അവന്റെ ഒരു മീഡിയ സപ്പോർട്ട്. JD ഒന്ന് പതുക്കെ. I care a damn. സാറ് വന്നില്ലേ? ഇല്ല, തലവേദനയാണ്. ശരി, അപ്പൊ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി. പതിവില്ലാത്താണല്ലോ ഈ ദേഷ്യം. ഇത്രയ്ക്ക് ഇറിറ്റേറ്റഡ് ആവാൻ. നിനക്കറിയാം, ഈ എഴുത്തൊരു സംഭവിക്കലാണ്, ഒരു ഒക്കറൻസ്. അതിന്റെ ഒരു താളം തെറ്റിയാൽ പിന്നെ ഒരു വരി എഴുതാൻ പറ്റില്ല. ഞാൻ വളരെ നല്ലൊരു ഒഴുക്കിൽ എഴുതി വരികയായിരുന്നു. കോളിംഗ് ബെൽ ഓക്കെ, ബട്ട് ഇവന്റെയൊക്കെ മൂന്നാംകിട വർത്തമാനം മുഴുവൻ ഞാൻ സഹിക്കണമെന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ JD? അവര് വന്നു കയറിയ ഉടനെ പറഞ്ഞു വിടണമായിരുന്നു എത്രയും പെട്ടെന്ന്. പക്ഷെ JD, നാളെ എനിക്ക് ആവശ്യമുള്ളവരാ അവര്. ഓ ഗുഡ്. പബ്ലിക് റിലേഷൻസ്. പയറ്റി തെളിയുന്ന ഗായികയുടെ വിദഗ്ധമായ ഡീലിങ്സ്. നീ ആസ്വദിക്കുകയായിരുന്നു അവരുടെ ആരാധന. അങ്ങനെ വേണമെന്നല്ലേ JD പറഞ്ഞത്? ആയിക്കോളൂ, പക്ഷെ അതെന്റെ എഴുത്തിന്റെ വിലക്കല്ല. JD തന്നെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ പറയാ. ഞാൻ അങ്ങനൊന്നും പറയുന്നില്ല. അത് നീ കാര്യങ്ങൾ കാണുന്നതിന്റെ പ്രശ്നമാണ്. ഓക്കെ, ഞാനിപ്പോ എന്ത് വേണം? എന്നെ കുറച്ചൊരു ഒറ്റയ്ക്ക് വിടാൻ പറ്റൂ?